അഞ്ചാമത്തെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗാറ്റ. മെഡുല്ല ഒബ്ലോംഗാറ്റ നമ്മളുടെ ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ്. ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം. ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ശ്വസനം, ഹൃദയമിടിപ്പ് എന്നിവയൊക്കെ ഇതിൽ പെടുന്നതാണ്. ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ശ്വസനം, ഹൃദയമിടിപ്പ്, ഇനി നമ്മുടെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോംഗാറ്റയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണിത്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം. സുഷുമ്ന, മെഡുല്ല ഒബ്ലോംഗാറ്റയുടെ തുടർച്ചയായിട്ടാണ് സുഷുമ്ന കാണപ്പെടുന്നത്. ആ സുഷുമ്നയുടെ നീളം, ഇതിൻ്റെ തുടർച്ചയായ സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്ററാണ്. നമുക്ക് മെഡുല്ല ഒബ്ലോംഗാറ്റയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ ജീവൽ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രഭാഗം, കേന്ദ്രീകൃതം ആയിട്ടുള്ളത് മെഡുല്ല ഒബ്ലോംഗാറ്റയിലാണ്. പിന്നെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പം, അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു മുള്ളിൽ ചവിട്ടി പോകുന്നു. അപ്പം മുള്ളിൽ ചവിട്ടുമ്പം അത് ആ മുള്ളിൽ ചവിട്ടുക എന്ന് പറയുന്ന ഒരു ഇമ്പൾസ്, അതിൻ്റേതായ ആ ഒരു ഇമ്പൾസ് നമ്മളുടെ ശരീരത്തിലേക്ക് വരികയും അത് നമ്മുടെ ബ്രെയിനിലെത്തുകയും ഉടനെ എന്ത് ചെയ്യണം, കാല് നമ്മൾ പിന്നോട്ടേക്ക് വെക്കണം എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ഈ അനൈച്ഛിക പ്രവർത്തനങ്ങളെ, നമ്മളുടെ ഇച്ഛയ്ക്കനുസൃതമല്ലാതെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോംഗാറ്റയാണ്. പിന്നെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ജന്തുവിനെ കാണുന്ന ഉടനെ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുന്നു, വെള്ളത്തിലൂടെ വെള്ളം കാണുമ്പോൾ മാറി നടക്കുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ റിഫ്ലക്സ്, പെട്ടെന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളുടെയും നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോംഗാറ്റയാണ്. ഈ ഇമ്പൾസസ്, റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ ഇമ്പൾസസ് പോവുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. ഇമ്പൾസസ് പോകുന്ന ആ ഒരു പാത്തിനെ. പിന്നെ നമ്മുടെ മെഡുല്ല ഒബ്ലോംഗാറ്റയുടെ തുടർച്ചയായിട്ട് സുഷുമ്ന കാണപ്പെടുന്നുണ്ട്. സുഷുമ്ന 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം പറയുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് നട്ടെല്ല് വരുന്നു. നമ്മുടെ തലയുടെ ഈ ബാക്ക് ഭാഗത്താണ് ഈ സുഷുമ്നയുടെയൊക്കെ ഇത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തല ഇങ്ങനെ അടിച്ചു വീഴുമ്പം കൂടുതൽ റിസ്ക് ആണ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബ്രെയിനുമായി ബന്ധപ്പെട്ട, ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് മെഡുല്ല ഒബ്ലോംഗാറ്റ, ഇത്രയുമാണ്
നമ്മുടെ ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഈ 5 ഭാഗങ്ങളുടെയും കോഓർഡിനേഷൻ മൂലമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് പറ്റുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ തലച്ചോറിലുള്ള നാഡികളുടെ നാശമൂലം, തലച്ചോറിലെ നാഡി ഗാംഗ്ലിയോണുകൾ എന്ന് പറയും, അതിൻ്റെ നാശമൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അൽഷിമേഴ്സ് എന്ന് പറയുമ്പം അത് ഓർമ്മ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ നമ്മളുടെ തലച്ചോറിലുണ്ടാകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ പാർക്കിൻസൺസ് രോഗം എന്ന് പറയാറുണ്ട്. ശരീരത്തിൽ കൈകാലുകൾ വിറച്ചുകൊണ്ടിരിക്കുക, ഉമിനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ അപസ്മാരം എന്ന് പറയുന്നതും ഈ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ തലച്ചോറിലുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ നമ്മളുടെ മൊത്തം ബോഡി ബാലൻസ് ഇല്ലാതാക്കുകയും അത് കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക അസുഖങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രെയിനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. കേരള PSC സയൻസിൽ നമുക്കിന്ന് ബയോളജിയിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആദ്യമായി നമ്മുടെ വൃക്ക എന്ന് പറയുന്ന ശരീരഭാഗം, വൃക്കയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. വൃക്കയാണ് ഇന്നത്തെ ആദ്യത്തെ വിഷയം. വൃക്കയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന ശാസ്ത്രശാഖ, വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. നെഫ്രോളജി. വൃക്കയുടെ ഏകദേശ ഭാരം, ഒരു ശരാശരി ആരോഗ്യമുള്ള മനുഷ്യൻ്റെ വൃക്കയുടെ ഏകദേശ ഭാരം 150 ഗ്രാം ആണ്. വൃക്കയിൽ കാണപ്പെടുന്ന നേരിയ കുഴലുകൾ, വൃക്കയിൽ കാണപ്പെടുന്ന നേരിയ കുഴലുകളുടെ പേരാണ് നെഫ്രോണുകൾ. നെഫ്രോണുകൾ എന്നാണ് വൃക്കയിൽ കാണപ്പെടുന്ന കുഴലുകൾ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ വൃക്കയിലെ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ്. വൃക്കയിലെ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇനി നമ്മുടെ കൃത്രിമമായിട്ട് വൃക്കയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു വാക്കാണ് കൃത്രിമമായി മാലിന്യങ്ങൾ വൃക്കയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പേര്. വൃക്കയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രവർത്തനം ഡയാലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡയാലിസിസ്. വൃക്കയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് മൂത്രം അരിച്ചു മാറ്റുന്ന ഭാഗം യൂറിറ്ററി എന്നറിയപ്പെടുന്നു. നമുക്കത് പോയിന്റ്സ് ആക്കി ഇങ്ങനെ കാണിക്കാവുന്നതാണ്. വൃക്കയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് മൂത്രം അരിച്ചു മാറ്റുന്ന ഭാഗം
ഭാഗം അറിയപ്പെടുന്നത് യൂറിറ്ററി എന്നാണ്. യൂറിറ്ററി. അടുത്തായിട്ട് നമ്മുടെ വൃക്കയുമായി ബന്ധപ്പെട്ട് ഉള്ള അടുത്ത ചോദ്യം, ഈ വൃക്കയ്ക്ക് ഉണ്ടാകുന്ന വീക്കത്തിന് ഒരു പ്രത്യേക പേര് പറയുന്നുണ്ട്. വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കത്തിന് പറയുന്ന പേര് നെഫ്രറ്റിസ് എന്നാണ് ഈ അസുഖം അറിയപ്പെടുന്നത്. നെഫ്രറ്റിസ്. രണ്ട് വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ. രണ്ട് വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമാവുന്ന അവസ്ഥയുടെ പേര് യുറീമിയ എന്നാണ്. വൃക്കയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി നോക്കാം. വൃക്കയെക്കുറിച്ചുള്ള പഠനത്തിനെ നെഫ്രോളജി എന്ന് പറയുന്നു. ഒരു വൃക്കയുടെ ഏകദേശ ഭാരം 150 ഗ്രാമാണ്. പിന്നെ നമ്മുടെ വൃക്കയിൽ കാണപ്പെടുന്ന ചെറിയ നേരിയ രക്തക്കുഴലുകളെ പറയുന്ന പേരാണ് നെഫ്രോണുകൾ. വൃക്കയിലെ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റുന്ന ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ വൃക്കയിൽ നിന്നും കൃത്രിമമായിട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഡയാലിസിസ് എന്ന പ്രോസസ്സിലൂടെയാണ്. വൃക്കയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് മൂത്രം അരിച്ചു മാറ്റുന്ന ഭാഗത്തിനെ യൂറിറ്ററി എന്നറിയപ്പെടുന്നു. വൃക്കയ്ക്കുണ്ടാവുന്ന വീക്കത്തിന് ഒരു പ്രത്യേക പേരിൽ നെഫ്രറ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ രണ്ട് വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമാകുന്ന, രണ്ട് വൃക്കകളും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവുന്നതിനെ നമ്മൾ യുറീമിയ എന്നാണ് പറയുന്നത്.